പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മണർകാട് ബൈപ്പാസിലാണ്. നമ്മൾ ഈ ബൈപ്പാസ് വഴി കടന്നു പോകുമ്പോഴത്തേന് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും, ഇത് ഇവിടെ ഒരു പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വീട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമുക്കിതിൻ്റെ ചെറിയ വിശേഷങ്ങളൊന്നറിയാം. ഈ പഴയ തറവാടിൻ്റെ പേര് കണ്ണാമ്പാടത്ത് മാളിക വീട് എന്നാണ്. ഐതിഹ്യമാലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി മണർകാട്ട് വാര്യരുടെ ശിക്ഷണത്തിൽ സംസ്കൃതം പഠിച്ച കാലത്ത് താമസിച്ചിരുന്ന വീടാണ് ഈ കണ്ണാമ്പാടത്ത് മാളിക വീട്. മണർകാട് ജംഗ്ഷന് വടക്ക് കിഴക്ക് ഭാഗത്തായി ബൈപ്പാസ് റോഡിൻ്റെ ഓരത്ത് തോട്ടിങ്കരയിൽ കാണുന്ന ഈ കണ്ണാമ്പാടത്ത് മാളിക കോട്ടയത്തെ സുറിയാനി നസ്രാണി വീടുകളുടെ വാസ്തുശില്പ മാതൃകയെ അനുകരിച്ചാണ് ഈ മാളിക വീട് നിർമ്മിച്ചിരിക്കുന്നത്. വടവാതൂരിൽ മീനന്തയാറ്റിൽ നിന്ന് കയറി വരുന്ന ഒരു തോട് ഈ മാളികയുടെ മുന്നിലൂടെയാണ് ഒഴുകുന്നത്. പണ്ട് കാലത്ത് വഞ്ചിയിൽ സഞ്ചരിച്ച് ഈ മാളികയിൽ എത്താമായിരുന്നു. റോഡ് വികസനത്തിന്റെ ഭാഗമായി ഈ തോട് സഞ്ചാരയോഗ്യമല്ലാതായി തീരുകയായിരുന്നു. ഈ കണ്ണാമ്പാടത്ത് മാളികയുടെ മറ്റൊരു കഥയും കൂടിയുണ്ട്. തിരുവിതാംകൂറിലെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ യുവരാജാവായിരിക്കെ വേണാട്ടിലെ തൻ്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി വേഷപ്രച്ഛനായി അന്യദേശവാസം നടത്തിയ കാലത്ത് കണ്ണാമ്പാടത്ത് ഈ മാളികയിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ശത്രുക്കളെ അമർച്ച ചെയ്ത് തിരുവിതാംകൂർ രാജാവായ ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് കായകുളവും ചെമ്പകശ്ശേരിയും തെക്കുംകൂറും പിടിച്ചടക്കിയ ശേഷം തിരുവിതാംകൂർ വിപുലീകരിച്ചു. ആ സമയത്ത് കണ്ണാമ്പാട മാളികയിൽ ഓടനാട്ടിൽ തൻ്റെ അനുജരായിരുന്ന വട്ടപ്പറമ്പിൽ പിള്ളമാരിൽ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. പിൽക്കാലത്തെങ്ങോ വട്ടപ്പറമ്പിലെ ഒരു സ്ത്രീയെ ഈ ഇടപ്പള്ളി തമ്പുരാൻ സംബന്ധം ചെയ്ത് മാളികയുടെ മുകളിൽ താമസിച്ചിരുന്നു എന്നാണ് വിവരം. ബ്രാഹ്മണനായ ആ തമ്പുരാൻ പിന്നീട് വിജയപുരം ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു അത്രേ. ആ തമ്പുരാനെ സങ്കല്പിച്ച് വിളക്ക് വെക്കുന്ന ഒരു മുറി ഇപ്പോഴും ഈ മാളികയിൽ ഉണ്ടെന്നും അത് തുറക്കാറില്ലെന്നുമാണ്. ഇപ്പോൾ കാണുന്ന കണ്ണാമ്പാടത്ത് മാളിക വട്ടപ്പറമ്പിൽ രാമൻപിള്ള പുതുക്കിപ്പണിതാണ്. മാളിക ഇന്നും വട്ടപ്പറമ്പിൽ കുടുംബത്തിൻ്റെ വകയാണ്. ഇതാണ് ഐതിഹ്യമാലയുടെ കർത്താവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കോട്ടയത്തിനടുത്ത് കോടിമതയിൽ കൊട്ടാരത്തിൽ വാസുദേവനുണ്ണിയുടെ രണ്ടാമത്തെ പുത്രനായി ജനിച്ചു. ക്ഷേത്രത്തിലൊക്കെ ഭദ്രകാളി തീയാട്ട് നടത്തുന്ന തീയാട്ടുണ്ണി സമുദായത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. യഥാർത്ഥ പേര് വാസുദേവൻ. അച്ഛൻ്റെ പേരും ഇതുതന്നെ ആയതിനാൽ ആദ്യം തങ്കു എന്നും പിന്നീട് തങ്കു മാറി ശങ്കു എന്നും വിളിപ്പേര് വന്നു. ജാതിപ്പേരായ ഉണ്ണി ചേർത്ത് പിൽക്കാലത്ത് ശങ്കുണ്ണി എന്ന പേരിൽ പ്രസിദ്ധനായി. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10 വയസ്സ് വരെ ആശാന്മാരുടെ വീടുകളിൽ ചെന്ന് പഠിച്ചു. അന്നൊന്നും സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല. 17ാമത്തെ വയസ്സിൽ മണർകാട്ട് ശങ്കരവാരിൽ നിന്ന് സിദ്ധരൂപം പഠിച്ചു. പിന്നീട് വയസ്കര ആര്യനാരായണ മൂസത്തിൽ നിന്ന് രഘുവംശം, മാഘം, നൈഷധം തുടങ്ങിയ കാവ്യങ്ങളും സഹസ്രയോഗം, ഗുണപാഠം, ചികിത്സാക്രമം, അഷ്ടാംഗഹൃദയം തുടങ്ങിയ പാരമ്പര്യ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളും പഠിച്ചു. 1881 ഗൃഹഭരണം ഏറ്റെടുക്കേണ്ടി വന്നതോടെ ഗുരുവിനെ വിട്ട് പഠനം സ്വയം തുടർന്നു. 1855 കോട്ടയത്ത് ജനിച്ച കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവസാന കാലത്തെ വാർദ്ധക്യ സഹജമായ നിരവധി അസുഖങ്ങൾ അലട്ടിയത് മൂലം 1937 ജൂലൈ 22 കോടിമതയിലെ വീട്ടിൽ വച്ചാണ് അന്തരിക്കുന്നത്. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിച്ചു. ഈ കാലഘട്ടത്തിൽ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളായിട്ടുണ്ട്. മണിപ്രവാള കൃതികൾ, നാടകങ്ങൾ, പരിഭാഷകൾ, കൽപ്പിത കഥകൾ, ആട്ടക്കഥകൾ, കിളിപ്പാട്ട്, കൈകൊട്ടിപ്പാട്ട്, തുള്ളൽപ്പാട്ട്, വഞ്ചിപ്പാട്ട്, ഗദ്യ പ്രബന്ധങ്ങൾ എന്നീ വിഭാഗങ്ങളിലായി 60ഓളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ചരിത്രമുറങ്ങുന്ന ഇങ്ങനത്തെ ഒരുപാട് വീടുകളും കൊട്ടാരങ്ങളും അതുപോലെ മാളികളും എല്ലാം നമ്മുടെ പുതുപ്പള്ളി പരിസരങ്ങളിലെല്ലാം ഇന്നും ഉറങ്ങുന്നു. മണർകാട് വഴി പോകുമ്പോഴെല്ലാം ഈ ഒരു മനോഹരമായ ഈ മാളിക കാണാറുണ്ട്. എങ്കിലും ഇതിൻ്റെ കഥകളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി ഒരുപാട് വൈകി. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായി നമുക്കിനിയും വീണ്ടും കാണാം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ്.